ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു ബെറി ബി. ഇന്നൊരു ഐസ് ബെയർ കാലണ്ടറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഒരു A4 സൈസിലുള്ള പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനെ മടക്കിയിട്ട് എൻ്റെ ആവശ്യത്തിനുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കട്ടിയുള്ള ടൈപ്പ് ഓഫ് പേപ്പർ എടുക്കാൻ നോക്കുക, എന്നാലാണ് അത് കുറച്ച് ബലമായിട്ട് നിൽക്കുള്ളൂ. ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു റെഫറൻസാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ആ കട്ട് ചെയ്ത് വെച്ച പേപ്പറിൽ നമ്മൾ ആ ഒരു ബെയറിനെ വരച്ചെടുക്കുക. ഒരു റഫ് ഇമേജൊക്കെ ഒന്ന് പെൻസിൽ കൊണ്ട് വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു മാർക്കർ വെച്ചിട്ടോ സ്കെച്ച് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എന്താ അവിടെ ഔട്ട്ലൈൻ എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെവിയും മൂക്കും കണ്ണും വായൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. കൈയൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. മാർക്കർ ഇല്ലയെന്നുണ്ട് വെച്ചാൽ ജസ്റ്റ് ഒന്ന് പെൻസിൽ വെച്ചിട്ട് തന്നെ കുറച്ച് ഡാർക്കറായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി, വരച്ചു കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ മൂക്ക് വരച്ചു കൊടുക്കാൻ മറന്നു ഗൈസ്. അപ്പോൾ ഞാനത് വീണ്ടും ക്യാമറയ്ക്ക് ഓൺ ആക്കിയിട്ട് മൂക്കെല്ലാം വരച്ചു കൊടുക്കുന്നുണ്ട്. വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി മൂക്കെല്ലാം വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഐസ് ബെയറിനെ കുറച്ചുകൂടി ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലഷൊക്കെ കുറച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ വാട്ടർ കളറാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമില്ല ശരിക്കും. പക്ഷേ എൻ്റെ കയ്യിലുള്ള സ്കെച്ചിലുള്ള പിങ്ക് കളർ, ഒരു വൃത്തികെട്ട പിങ്ക്, ഒരു ഭംഗിയില്ലാത്ത പിങ്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു പെയിൻ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് പെയിൻറ്റ് യൂസ് ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ സ്കെച്ച് ഉണ്ട് വെച്ചാൽ അത് യൂസ് ചെയ്താൽ മതി. പിന്നെ ഞാനിവിടെ കലണ്ടർ, ഈ മാസത്തെ കലണ്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ഞാനായിട്ട് ഊഹിച്ചെഴുതിയിട്ട് തെറ്റി പോകണ്ട വിചാരിച്ചിട്ട് കുറച്ച് സ്പേസ് വിട്ടിട്ട് ഞാനൊരു ലൈൻ വരച്ചു കൊടുത്തു. ഇതെന്തിനാണെന്ന് വെച്ചാൽ മേലെ നമ്മുടെ ഈ മാസം എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസാണ് അവിടെ കൊടുത്തിട്ട്. പിന്നെ അതിൻ്റെ അടിയിൽ, ആ ലൈൻ വരച്ചതിൻ്റെ അടിയിൽ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ അപ് ടു സൺഡേ വരെ എഴുതാം. സൺഡേ വരെ എഴുതി കഴിഞ്ഞിട്ട് വെച്ചാൽ പിന്നെ അതിൻ്റെ അടിയിൽ ഒരു ലൈനും കൂടി വരയ്ക്കുക. പിന്നെ ഈ മൺഡേ ടു സൺഡേ എഴുതുന്നതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഇടാൻ മറക്കരുത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഡേറ്റ് എഴുതേണ്ടതാണ്. അപ്പോൾ അതിനുള്ള ഗ്യാപ്പ് നമ്മൾ കൊടുക്കണം. ഒക്കെപ്പാട് അങ്ങനെ കൂട്ടി എഴുതുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അതിനുള്ള ഗ്യാപ്പ് ഇടുക. പിന്നെ നമ്മൾ ആ ഫസ്റ്റ് ലൈൻ വരച്ചതിൻ്റെ മുകളിലായിട്ട് ജൂൺ 2025, അതായത് മാസവും ഇയറും കൂടി എഴുതി കൊടുക്കുക. എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം, അതായത് എങ്ങനെയാണോ ഭംഗിയിൽ എഴുതാൻ പറ്റുന്നത് അത്രയും ഭംഗിയിൽ എഴുതുക. ഞാൻ എഴുതിയ പോലെ എഴുതരുത്, അത് അത്രയും ഭംഗികേടായിട്ട് എഴുതരുത്. ഓക്കെ, പിന്നെ നമ്മൾ കലണ്ടർ ഒക്കെ നോക്കിയിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്, ഡേറ്റ് എല്ലാം എഴുതി കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ വിചാരിക്കും ഫൈനൽ റിസൾട്ടായിന്ന്, ബട്ട് നോ. ഇനി എന്ത് വേണം? ഇനി ഞാൻ ആദ്യം 1, 2, 3, അതായത് ഡേറ്റൊക്കെ ഞാനിങ്ങനെ കുറച്ച് വൃത്തിയായിക്കോട്ടെ വിചാരിച്ചിട്ട്, വൃത്തിയായില്ല ബട്ട് സ്റ്റിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പെൻസിൽ കൊണ്ട് അത് ആദ്യം എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞു. ഇനി നമ്മൾ ഐസ് ബെയറിനെ എന്ത് ചെയ്യണം, ഒന്ന് സൈഡിൽ കൂടെ വെട്ടിയെടുക്കണം. അതായത് അതിൻ്റെ ആ ഷേപ്പിലൊന്ന് വെട്ടിയെടുക്കുക. ആ ബ്ലാക്ക് ലൈൻ നമ്മൾ മാർക്ക് ചെയ്ത ലൈനിൻ്റെ അത് കൂടെ എല്ലാം ഇട്ടുണ്ട്, കുറച്ചൊന്ന് വിട്ടിട്ട് വെട്ടുക. അപ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും വിചാരിക്കുന്നു. ലെറ്റ്സ് സീ അല്ലേ. അപ്പോൾ ഞാൻ വെട്ടി കൊടുക്കുന്നുണ്ട് ഇവിടെ. നമുക്ക് നോക്കാം ഭംഗിയുണ്ടോ ഇല്ലേ എന്നൊക്കെ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് എല്ലാം നമ്മൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഇതിൽ മാർക്ക് ചെയ്ത് വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്കെച്ചാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ജൂൺ 5 ഒരു ഗ്രീൻ കളർ ഹാർട്ട് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് റെഡ് സ്കെച്ച് വെച്ചിട്ട് ജൂൺ 17 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരുടെയെങ്കിലും ബർത്ത്ഡേ ജൂൺ 17 വരുന്നുണ്ട് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ വെറുതെ റാൻഡമായിട്ട് സെലക്ട് ചെയ്ത ഒരു നമ്പറാണത്. അങ്ങനെ ഡിഫറെൻറ്റ് ഷേപ്പിൽ ഹാർട്ട് തന്നെ വേണമെന്നില്ല, ഡിഫറെൻറ്റ് ഷേപ്പിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ റെഡ് ഹാർട്ടിന് പകരം, അല്ല ഏത് കളർ ഹാർട്ടിനും പകരം നിങ്ങൾക്ക് കാണിച്ചാൽ കേക്കെല്ലാം വരച്ചു കൊടുക്കുക അതിൽ. പിന്നെ ഞാൻ സൺഡേ അത് വിട്ടുപോയി. സൺഡേ ഞാൻ റെഡ് കളറിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി ഞാൻ ബ്ലാക്കിൽ എഴുതി. പിന്നെയാണ് എനിക്ക് ഓർമ്മ, സൺഡേ ഹോളിഡേ ആണല്ലോ, അപ്പോൾ ഞാനത് റെഡിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണൊരു ഫൈനൽ ലുക്ക്. പിന്നെ അത് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ബാക്കിലിരിക്കുന്ന സംഭവത്തിൽ അത് പ്രോപ്പറായിട്ട് ഫിറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഫൈനൽ റിസൾട്ട്. ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജൂൺ 17 ബർത്ത്ഡേ എല്ലാവരും മറക്കാതെ പറയുക. ഓക്കെ, ബൈ.